നമുക്ക് പന്നി മാംസം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പരസ്യമായിട്ട് അത്തരത്തിലുള്ള പരിപാടി നടത്തുമ്പോൾ നമുക്ക് മനസ്സിൽ വിഷമം ഉണ്ടാവില്ല. ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. നിങ്ങളൊരു ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതൊന്നുമില്ലാതെ നമുക്ക് പറ്റുന്നതെല്ലാം ഇവിടെ നടപ്പിലാക്കണം. നമുക്ക് പറ്റാത്തതെല്ലാം ഒന്ന് ശക്തമായിട്ട് എതിർക്കണം. അത് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും വേണ്ടില്ല. പിന്നെ അവകാശങ്ങളുടെ അംഗീകാരങ്ങൾ പിടിച്ചു വാങ്ങുകയും അത് പിന്നെ ശക്തമായി എന്താ പറയാ മറ്റുള്ളവർക്ക് മനസ്സിനെ വിഷമിച്ചാലും വേണ്ടില്ല. ഇത് ഈ തരത്തിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ട്. നേരത്തെ രവിയേട്ടൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, രവിയേട്ടൻ അതിനെ കുറിച്ച് എത്ര കണ്ട് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പന്നി മാംസോടെ പരസ്യമായിട്ട് നിന്ന് അങ്ങക്ക് വിഷമം ഉണ്ടാവൂലേ? ഒരിക്കലും ഉണ്ടാവും, ഒരിക്കലും. ഈ സ്ഥലത്ത് ഏതിലൊരു ജോർജ് ഉണ്ട്, ഒരു ജോർജ് ക്രിസ്ത്യാനി, അയാൾക്ക് നമ്മളിവിടെ എല്ലാവർക്കും ചോറും ചായയും കൊടുക്കുന്നതിനിടയിൽ അയാൾ പന്നിയിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അയാളെ പാക്കിൽ. എന്നിട്ട് അയാൾ പന്നിയിറച്ചി ഇവിടെ വെച്ച് അയാൾ തിന്നത്. ഇവിടെ ഒരു മുസ്ലിമിന് ഒരു വിഷമവും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടില്ല? അതൊരു കിട്ടൂല. അതാ രസം. അല്ലാതെ രവിയേട്ടൻ മനസ്സിലാക്കിയത് പന്നിയിറച്ചി പരസ്യമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇറാഖ് തുടങ്ങി പല രാജ്യങ്ങളിൽ, പിന്നെ ലോകത്തറിയപ്പെട്ട കുവൈറ്റ്, ബഹ്റൈൻ, സൗദി, അതുപോലെ ഖത്തർ, ഒമാന്, അങ്ങനെ തുടങ്ങി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ, കേരളത്തിൽ പോകാത്തൊരിടവും. ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ ഗൾഫ് രാജ്യത്ത് പോയ എത്രയോ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ മുസ്ലിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ബ്രിട്ടീഷ് മാർക്കറ്റ് കണ്ടിട്ടില്ലേ? ബ്രിട്ടീഷുകാർ നടത്തുന്ന മാർക്കറ്റുകളുണ്ട് അവിടെ, അമേരിക്കക്കാർ നടത്തുന്ന മാർക്കറ്റുണ്ട് അവിടെ, ലുലു ഹൈപ്പർ മാർക്കറ്റ്, സഫീർ മാൾ എന്ന് പറയുന്ന മാളുണ്ട്. അതൊക്കെ ഞാൻ പോകാറുണ്ട്. പന്നി മാംസം പാക്കഡ് ആയിട്ടും ആ സൂപ്പർ മാർക്കറ്റുകളിൽ വരുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോ. പന്നി മാംസം അറബ് നാടുകളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ വരുന്നുണ്ട്. പന്നി ഹറാമാണെന്ന് പഠിപ്പിച്ച ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട അറബ് നാട്ടിൽ പന്നി മാംസം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ എത്തുന്നുണ്ട്. പക്ഷെ പന്നി മാംസം വാങ്ങുന്ന ഒരൊറ്റ ക്രിസ്ത്യാനിയെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നിരുന്നതിന്റെ അർത്ഥം എന്താ? ലോകത്തിലെ ഏറ്റവും സഹിഷ്ണുതയുള്ള സമൂഹം മുസ്ലിങ്ങളാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു, ഒന്ന് നിങ്ങൾ ചർച്ച നടത്തിക്കോ. നിങ്ങൾ ലോകത്ത് നടന്ന പലതും ഇങ്ങനെ വെച്ചിട്ട് കൃത്യമായ തെളിവെടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു ആരാവിടെ തീവ്രവാദി, ആരാവിടെ ഭീകരവാദി, ആരാതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചോ. അത് നിങ്ങൾ പഠിച്ചോ. പഠിക്കാതെ പറയരുത്. മീഡിയകൾ നിരത്തുന്നതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. മീഡിയകൾ നിരത്തി ഏതാ ശരിയായിട്ടുള്ളത് ഇവിടെ? മീഡിയകൾ നിരത്തി ഏതവിടെ ശരിയായിട്ടുള്ളത്? നിങ്ങൾ ചിന്തിച്ചോ, ഏതവിടെ ശരിയായിട്ടുള്ളത്? തിരിച്ചാത്തത് ഏതുണ്ടായിട്ടുള്ളത്? ഏത് ഇവിടെ സ്ഥലത്ത് ബോംബിട്ട് എന്നാളാ 2 ദിവസം കഴിഞ്ഞാലോ അയാളല്ല, 3 ദിവസം കഴിഞ്ഞാലും അയാളാണ്. പിന്നെ അയാളെ കൊണ്ടുപോയി തൂക്കിക്കൊന്നിട്ട് 3ന്റെ അന്നോ അത് അയാളായിരുന്നില്ല എന്ന് ജഡ്ജിന്റെ കുമ്പസാരം.